CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പ്ലേ ഓഫ് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ്സിയോട് 1-നെതിരെ 2 ഗോളുകൾക്ക് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച് ഈ ഒരു മത്സരം അഥവാ ഈ ഒരു പ്ലേ ഓഫ് മത്സരം തോൽക്കാൻ ഇടയായ കാരണവും കൂടാതെ തന്നെ ഈ ഒരു മത്സരത്തെക്കുറിച്ചുമെല്ലാം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് മത്സരത്തിന് ശേഷം ഇവാൻ വുക്കോമാനോവിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ എല്ലാവരും കാത്തിരുന്ന അഥവാ ഉറ്റുനോക്കിയിരുന്ന ഒരു മത്സരം ഇന്നലെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഏതായാലും ആ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് 1-നെതിരെ 2 ഗോളുകൾക്ക് ഒഡീഷ എഫ്സിയോട് പരാജയപ്പെട്ടിട്ടുമുണ്ടായിരുന്നു. ഏതായാലും ഇതോടുകൂടി ISLന്റെ 10ാമത്തെ സീസണിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഔദ്യോഗികമായി പുറത്തായിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യം തന്നെ ബ്ലാസ്റ്റേഴ്സ് ഗോൾ ഇട്ടപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് എല്ലാവർക്കും തന്നെ ആ ഒരു മത്സരം വിജയിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു പ്രതീക്ഷ അധികമൊന്നും നീണ്ടു നിന്നില്ല. പ്രതീക്ഷകളെല്ലാം തന്നെ വൈതെറ്റിക്കൊണ്ട് തന്നെ ഒഡീഷ എഫ്സി ബ്ലാസ്റ്റേഴ്സിന്റെ അണ്ണാക്കിൽ 2 ഗോളുകളാണ് അടിച്ചു കയറ്റിയത്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പരിശീലകൻ മത്സരത്തിന് ശേഷം ഈ ഒരു മത്സരം തോൽക്കാൻ കാരണമായി പറയുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയേഴ്സ് എല്ലാം അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയതാണ് ഈ ഒരു മത്സരം തോൽക്കാൻ കാരണമായതെന്നാണ് ഇവാൻ പറഞ്ഞത്. ഏതായാലും ഇവാൻ ആശാൻ പറഞ്ഞതിലേക്ക് നമുക്കൊന്ന് വിശദമായി കടക്കാം. ആശാൻ പറഞ്ഞത് ഇപ്രകാരം: ഒഡീഷ 2-1 വിജയിച്ച മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് ഗോൾ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു കടുപ്പമേറിയ മത്സരം തന്നെയായിരുന്നു. നോക്കൌട്ട് ഘട്ടവും കൂടിയാണ്. നിങ്ങൾ അവസരങ്ങൾ സൃഷ്ടിക്കുമ്പോഴെല്ലാം ഗോളുകൾ നേടേണ്ടതുണ്ട്. കൂടാതെ തന്നെ തീർച്ചയായും തന്റെ കളിക്കാർ ആ പന്ത് വലയിലേക്ക് എത്തിക്കാൻ തന്നെയാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് അഥവാ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ഗെയിമിൽ നിങ്ങൾ ലഭിക്കുന്ന അവസരങ്ങളിൽ ആ ഒരു ഗോൾ നേടിയില്ലെങ്കിൽ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി തന്നെ വരും. ഇത് കൂടാതെ ദിമി ഇന്നത്തെ മത്സരത്തിൽ ഇല്ലാത്തത് വലിയ അഭാവം തന്നെയായിരുന്നു നമുക്ക് കളിക്കളത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ടോപ്പ് സ്കോററായ ദിമിത്രോസ് ഡയമൻഡോസ് പരിക്ക് കാരണമായിരുന്നു ഇന്നത്തെ ഒരു മത്സരം കളിക്കാതിരുന്നതും. ഏതായാലും ഈ കാര്യങ്ങളൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിന് ശേഷം മത്സരം തോൽക്കാൻ ഇടയായ കാരണവും കൂടാതെ തന്നെ മത്സരത്തെക്കുറിച്ചുമെല്ലാം ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച് മത്സരശേഷം നടന്ന പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതായാലും ആശാന്റെ ഒരു വാക്കുകളിൽ നിന്നും നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാം ഒരു വെൽ പ്ലാനോട് കൂടിയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി പ്ലേ ഓഫിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതേസമയം നമ്മൾ ഇന്നത്തെ മത്സരം എടുത്തു നോക്കുകയാണെങ്കിൽ ആദ്യമൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഭാഗത്ത് നിന്നും വളരെ മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എക്സ്ട്രാ ടൈം അഥവാ 100 മിനിറ്റിന് ശേഷം കളിയെത്തിയപ്പോഴേക്കും ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളെല്ലാം തന്നെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഏതായാലും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വരേണ്ടത് വയ്യിൽ തങ്ങിയില്ല എന്ന് പണ്ടൊരു ചൊല്ലുണ്ടായിരുന്നു. അതാണ് ഇവിടെ ആവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഇന്നലത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് 10-ൽ എത്ര റേറ്റിംഗ് ആണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ കൊടുക്കാൻ സാധിക്കുക? കമന്റായി രേഖപ്പെടുത്തുക. ഇത് കൂടാതെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ എടുത്തു പറയേണ്ട ഒരു സൂപ്പർ താരമാണ് ഹോർമിപ്പാം റുയിവ എന്ന ഡിഫൻഡർ. ഒരു രക്ഷയുമില്ലാത്ത കളിയായിരുന്നു ഇന്നലെ ഹോർമിപ്പാമിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ഉഗ്രൻ ക്രോസുകളും കൂടാതെ തന്നെ പോസ്റ്റിലേക്ക് ഉതിർത്ത ഒരുപാട് ഷോട്ടുകളും നമുക്ക് താരത്തിന്റെ ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഈ ഒരു സീസണിൽ പുറത്തായ സാഹചര്യത്തിൽ ഇനി അടുത്ത സീസണിലേക്ക് വേണ്ടിയായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ മുഴുവൻ ശ്രദ്ധയും ഉണ്ടാവുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.